അസ്സലാമു അലൈക്കും. മുന്നൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയാണ് എല്ലാവരെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റാഹത്തല്ലേ? അൽഹംദുലില്ലാ, നമുക്കൊരുവിധം സുഖം കേട്ടോ. നട്ടുച്ച വെയിലുള്ള സമയമാണ് മക്കളെ. നമ്മളെ കുട്ടികാലത്ത് അറബിച്ചിൻ്റെ വീട്ടിൽ പോകുക കേട്ടോ. അവിടേക്ക് ചെല്ലാൻ പറയും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ. അപ്പോൾ നമ്മളെ പുരയിൽ ഫുഡൊക്കെ ആക്കി വെച്ച് പോകുക കേട്ടോ. ചോറും കറിയൊക്കെ ആക്കി വെച്ചിരിക്കുന്നത്. അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ വിശക്കൂലേ, വന്നിട്ട് കഴിക്കാമല്ലോ. അത് വിചാരിച്ചിട്ട് ഇവിടെ ഒക്കെ ആക്കി വെച്ചിട്ടാണ് പോകുന്നത്. കഴിച്ചിട്ടൊന്നുമില്ല, വിശക്കുകയും ചെയ്യുന്നത്. അങ്ങോട്ട് പോയി നോക്കട്ടെ. അവിടെ നിന്ന് കഴിച്ചിട്ട് നമുക്ക് പറ്റിയല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും കഴിക്കുക, അതല്ല പറ്റിയാണ് നല്ലോണം കഴിച്ചെങ്കിൽ പോരുകയും ചെയ്യാൻ വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഫുഡൊക്കെ നല്ല ടേസ്റ്റുള്ള ഫുഡായി മക്കളെ. ആടിന് ചുട്ടും ഉണ്ടായിരുന്നു, പിന്നെ നല്ല ചോറും, നല്ല ടേസ്റ്റുള്ള ആട്ടിറച്ചി. ചിലർ തരുന്ന ഇറച്ചിയിൽ അധികം ഉപ്പും പുളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, എരിവൊന്നും ഉണ്ടാവില്ല. ഇതിലെല്ലാം പാകത്തിനുണ്ട്, നല്ലോണം ഉപ്പും പുളിച്ചിരിക്കുന്ന എരിവൊക്കെ പാകത്തിനുണ്ട്. അതുകൊണ്ട് നല്ല സോഫ്റ്റായ ഇറച്ചി അതിനെ കൊണ്ട് തിന്നാൽ നമുക്കൊരു മടുപ്പ് വരില്ല, പല്ലിനൊരു കടിച്ചിലും വരില്ല, തൊള്ളക്കൊരു മടുപ്പും വരില്ല. അതിനെക്കൊണ്ട് നല്ലോണം കഴിക്കുകയും ചെയ്തു കേട്ടോ. അറബികളെ വീട്ടിൽ നമ്മൾ പോയിക്കുകയാണെങ്കിൽ നമ്മൾ ഓല കൂടെ തന്നെ നമ്മളും ഇരുന്നിട്ട് ഓല് തിന്ന പ്ലേറ്റ് നമ്മളും തിന്നണം കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടാകും. എല്ലാവർക്കും കൂടി നമ്മൾ എത്ര ആളുണ്ടോ എല്ലാവർക്കും കൂടി വലിയൊരു പാത്രത്തിനും കൊണ്ട് വെളുപ്പിയിട്ട് എല്ലാവരും കൂടി കുഴച്ച് തിന്നുക ചെയ്യുക. നമുക്കൊന്നും ശീലമല്ലേ, അതിനെക്കൊണ്ട് നമുക്ക് എന്തോ ഒരു മാതിരിയൊക്കെ തോന്നും ഫസ്റ്റിലൊക്കെ, പിന്നെ നമുക്കായിട്ട് തേങ്ങലാണ്. ഇന്ന് ഫുഡ് കഴിക്കാൻ ഓല് കൂടിയില്ല കേട്ടോ. നമ്മളെപ്പരം ഓൽക്ക് വേറെ പരിപാടി ഉണ്ടായിന്, അവിടെ ഫുഡൊക്കെ കഴിച്ച് വന്നതാണ്. അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല സമാധാനത്തിൽ സ്വന്തമൊക്കെ തിന്നാനായി. പിന്നെ അതൊക്കെ നൊമാനി അലുവ, അടിപൊളി അലുവയിന് അലുവ തന്നിക്കുന്നത്. നമ്മളെ കെട്ടിയോ നമ്മളെപ്പോഴും പോന്നില്ല അതിന് കേട്ടോ. പിന്നെ അങ്ങോട്ട് വന്നത് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കഴിക്കുന്നില്ല അപ്പോൾ ഒരു പാർസലാക്കി തന്നു. ഇതാണ് കേട്ടോ നമ്മളെ കെട്ടിയോ തന്ന പാർസൽ. ഇത് ഒരാൾക്കും രണ്ടാൾക്കും തിന്നാനുള്ള ചോറ് ഇറച്ചിയൊന്നും അല്ലല്ലോ, ഒരുപാടുണ്ട്. അങ്ങോട്ട് മക്കളെ ഞങ്ങൾ നട്ടുച്ച വെയിലും കൊണ്ടല്ലേ പോയത്, പൊരി വെയിലത്ത്. ഇങ്ങോട്ട് നമ്മൾ വന്നേ കൊണ്ട് കാറിൽ പോരാനായി. കുറച്ചേ നടക്കാനൊക്കെ ഉള്ളു കേട്ടോ, നല്ല വെയിലായതിനെ കൊണ്ടാ. നല്ലോണം പൊട്ടി നമ്മളെ നാട്ടിൽ ഓണവും വിഷുവൊക്കെ അല്ലേ പടക്കം പൊട്ടിക്കുക. ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുക പടക്കം പൊട്ടിച്ചാട്ടോ. ഓല ആഘോഷമാണിത്, 2-3 ദിവസമായി തുടങ്ങിയിട്ട്. ഈ വീഡിയോ ഒക്കെ എടുക്കുന്ന റിഫമോനാണ് കേട്ടോ. ഇന്ന് കലാശക്കൊട്ടലാന്ന് തോന്നുന്നുണ്ട്. രാത്രി ഞങ്ങൾ പിന്നെയും പുറത്തിറങ്ങി കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ പോയ പൊരക്കാരത്തിൻ്റെ പുരയിൽ പോയതാട്ടോ. ഓളെ സ്വന്തം പുരയിൽ വാപ്പനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഓളെ പുരയിലുള്ള ഏട്ടത്തിയോ അനിയത്തിയോ കുടുംബക്കാരൊക്കെ വന്നിക്കുന്ന എല്ലാവരെയും കാണണം പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയതാണ്. ഇവരെ പുരയിലൊക്കെ നമ്മൾ ചെന്നിക്കുകയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര സന്തോഷമാട്ടോ, നല്ല സ്നേഹവുമാണ്. അപ്പോൾ നമുക്ക് ഓല് വർത്താൻ പറഞ്ഞാൽ കൂടെ മനസ്സിലാവില്ല, അതാണുള്ള വിഷമം. ഇവർ മൈലാഞ്ചിട്ട് കണ്ടോ, ഇവലെ നെട്ടതാണോ അല്ലേ, ഓളെ എട്ടത്തിൻ്റെ കൈയാട്ടോ അത്. ഓലെ നെട്ടതാണെന്ന് പറഞ്ഞാൽ കാട്ടിത്തരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്താട്ടോ. വില കൂട്ടത്തിൽ ഞങ്ങളെ ഇരുത്തിക്കുന്നു. ഇവരിങ്ങനെ കഥ പറഞ്ഞ് ചിരിക്കുന്നത്, ഞങ്ങളങ്ങനെ കേൾക്കുന്നത്, ഞങ്ങളോട് എന്തൊക്കെയോ ചോദിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞങ്ങൾ പറയുകയും ചെയ്യുന്നത്. ഞങ്ങളെ കൂട്ടുകാരെ വെച്ചാൽ അവൾ കൈയോണ്ടും കാലോടും ആംഗ്യം പറഞ്ഞിട്ടെങ്കിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരും കേട്ടോ. ഞങ്ങളങ്ങനെ സംസാരിക്കൽ ഓക്ക് ഞങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. കുറച്ച് ഇംഗ്ലീഷൊക്കെ ഒക്കെ അറിയാനെ കൊണ്ട് ഞങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷൊക്കെ ഞങ്ങളും പറയും. പിന്നെ വല്ല പുയ്യാപ്പിളി നല്ലോണം ഇംഗ്ലീഷ് സംസാരിക്കും. അതുകൊണ്ട് ഞങ്ങളോട് ഇംഗ്ലീഷിലൊക്കെ പറയും. പിന്നെ മോനും ഉപ്പയൊക്കെ ഒരു അറബി അറിയാമല്ലോ, ഓല് സംസാരിക്കും. ഞങ്ങൾ സ്വന്തമാണെങ്കിൽ ഞങ്ങൾ ഇംഗ്ലീഷ് പറഞ്ഞ് ഇങ്ങനെ അട്ടും ഇങ്ങോട്ടൊക്കെ വായത്തിൽ ഒപ്പിച്ചെടുക്കും. അങ്ങനെയൊക്കെയാണ് മക്കളെ അറബികളെ കൂട്ടത്തിൽ ഞങ്ങളും ജീവിച്ച് പോരുന്നത്. ഭാഷ അറിഞ്ഞൂടാത്ത വല്ലാത്ത പ്രശ്നം തന്നെ. അവിടെയൊക്കെ വന്നൊക്കെയാണ് ഇവിടുത്തെ ഭാഷ പഠിക്കണം. അങ്ങനെ മക്കളെ ഞങ്ങളാണ് തിരിച്ച് പോരുന്ന വഴിക്ക് കടയിലൊക്കെ കയറി ഐസൊക്കെ വാങ്ങി തിന്നാട്ടോ പോകുന്നത്. നടന്നാണല്ലോ പോയതും പോകുന്നതൊക്കെ. രാത്രി അങ്ങോട്ട് ചൂടില്ല. ഇതൊക്കെയാണ് ഇന്നലെ രാത്രിയത്തെ വിശേഷങ്ങൾ, ഉച്ചക്കത്തെ വിശേഷങ്ങൾ കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങളാണ് ബാക്കി കാണുന്നത്. ഇന്ന് ഉച്ചക്ക് 11 കിലോ അരിട്ടെങ്ങാൻ നെയ്ച്ചോറ് വെച്ച് കേട്ടോ. അതിന് വേണ്ടി ചിക്കന് മുളകിടുകയും ചെയ്തതാണ്. ചിക്കൻ മുളകിട്ടോ നെയ്ച്ചോറും പപ്പടവും അച്ചാറും എന്ന് ഉച്ചക്ക്. പിന്നെ ചില കൂട്ടുകാർക്കൊക്കെ സംശയങ്ങളുണ്ട്, പിന്നെ എന്താണ് ഇത്രയും തോനെ ഫുഡ് ഉണ്ടാക്കുന്നത്, എന്താണ് പരിപാടി എന്നൊക്കെ. ഞാൻ ചില വീഡിയോയിലൊക്കെ ഞാൻ അതിനെപ്പറ്റി പറയുകയും ചെയ്തിരിക്കുന്നത്. നമ്മളെ പഴയ വീഡിയോ കാണാത്തതിലൊക്കെ പുതിയോലൊക്കെ ഉണ്ടാകല്ലോ, ഓലൊക്കെയാണ് ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നത്. ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോൻ്റെ കമൻറ്റിനൊന്നും മറുപടി തരാത്തതിൻ്റെ കാരണം വൈഫൈ ഇല്ല കേട്ടോ മക്കളെ. എന്നിട്ടാണ് വൈകിയാലും മറുപടിയൊക്കെ ഞാൻ തരും. പിന്നെ വൈഫൈ ഇന്നലെ ഉച്ചക്ക് പോയിട്ട് ഇന്ന് ഉച്ചക്കാണ് വന്നത്. പിന്നെ ആണെങ്കിൽ ഞാൻ തിരക്കിലായിപ്പോയി മക്കളെ. ഫോൺ എടുത്തൊന്ന് നോക്കാനോ കമൻറ്റിന് മറുപടി തരാനോ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. എപ്പോഴാക്കി സമയം കിട്ടിയത്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ പറ്റുകയാണെന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം.
നമ്മളെ ചോറൊക്കെ പകുതി മുക്കാൽ വേവാക്കിട്ടോ. ഇനി തീയൊന്ന് കുറച്ച് വെച്ച് ഇങ്ങനെ കനം വെച്ച് കൊടുത്തതാണ്. എണ്ണൻ്റെ ടിന്നാ വെച്ച് അതിൽ എണ്ണ ഉണ്ട്. പിന്നെ ഇതാക്കുന്ന ചിക്കൻ മുളകിട്ട് ഇതിൻ്റെ ഒന്നും ഫുൾ വീഡിയോ ഞാൻ എടുത്തില്ലട്ടോ. അടിയും പിടിയൊക്കെ ഒന്ന് കാട്ടിത്തരികയാണ്. ചോറൊക്കെ വെന്ത് ചെമ്പ് നിറഞ്ഞിക്കുന്നു. ഇത് വേറെ വട്ടച്ചെമ്പിലേക്ക് കൂടി മാറ്റിയിടണം കേട്ടോ. പകുതി അത് മാറ്റിയിട്ടില്ലെങ്കിൽ അടിയുള്ള ചോറൊക്കെ ഒന്നുകൂടി വെന്തോ. ഇപ്പോൾ തന്നെ പാകത്തിനുള്ള വേവാക്കുന്നത്. ഇത് ഫുള്ളായതുകൊണ്ട് ഒരുപാട് ചോറുണ്ടല്ലോ, ബസ്സിനിട്ട് ഇളക്കാനും കഴിയില്ല. ഈ ചോറൊന്ന് ഡെക്കറേഷൻ ചെയ്യാണ്ട് ഉള്ളിയും കറിവേപ്പിലയും എണ്ണയും മുന്തിയൊക്കെ ഒന്ന് വറുത്ത് കോരണം മക്കളെ. അതിന് ഉള്ളിയും കറിവേപ്പിലയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് എണ്ണ ഇട്ടിക്കുന്നത് ചോക്കാനയക്കുന്നത് കോരി ഇങ്ങോട്ട് മാറ്റിയിട്ട് വേണം അണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് ഇങ്ങോട്ട് കോരി വെക്കാൻ. എന്നാൽ പിന്നെ ചോറിൻ്റെ പരിപാടിയും കഴിഞ്ഞ് കറി നേരത്തെ ആക്കി വെച്ചും കൊണ്ട് അതും കഴിഞ്ഞ്. ഇനി പപ്പടോട് പൊരിച്ചിരിക്കുകയാണെങ്കിൽ ഉച്ചക്കത്തെ പരിപാടി കഴിഞ്ഞിട്ടോ. എൻ്റെ ഈ വീഡിയോ കാണുന്ന പുതിയ ആൾക്കാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവില്ലേ, ഞാൻ ഇതിന് അത്രയധികം ഫുഡൊക്കെ ഉണ്ടാക്കുന്നതെന്ന്. അത് നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ. എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് എന്തിനാ അത്രയധികം ഫുഡ് എന്ന്. എല്ലാത്തിലും ഒരു കമൻറ്റ് ഉണ്ടായാലുണ്ടോ അത്രയധികം ഫുഡ് എന്തിനാണ്, നിങ്ങൾ കുറേ ആൾക്കാരുണ്ടോ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. കുറേയൊക്കെ ഞാൻ കമൻറ്റിന് മറുപടി കൊടുക്കലുണ്ട്, വീഡിയോയിലും പറഞ്ഞിരിക്കുന്നു. നമ്മുടെ അയലക്കത്തൂടി കുറച്ച് മലയാളികളുണ്ട് മക്കളെ. അവർക്ക് നല്ല നാടൻ ഫുഡ് കിട്ടണം. ഇനി ഏത് ഹോട്ടലിൽ കയറിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു മായം ചേർക്കാത്ത ഫുഡ് കിട്ടൂല, അല്ലെങ്കിൽ പഴയതായിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് രുചി കൂട്ടാൻ വേണ്ടി ചെയ്യുന്നുണ്ടാവും. നമ്മൾ പൊരേന്ന് ഉണ്ടാക്കുമ്പോൾ ഞമ്മക്കും തിന്നാനുള്ളതാണ്, അവർക്ക് കൊടുക്കാനുള്ളത്, അതിനനുസരിച്ച് നല്ല ഉണ്ടാക്കുക. ടേസ്റ്റ് കുറച്ച് കുറഞ്ഞേക്കാണെങ്കിൽ തനി നാടൻ ഭക്ഷണം കഴിക്കാമല്ലോ. നമ്മളൊരു മായവും ചേർക്കൂല, ഞമ്മക്കും തിന്നാനുള്ളതല്ലേ. നമ്മൾ പെണ്ണുങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ വൃത്തിയിൽ ഉണ്ടാക്കുകയും ചെയ്യുമല്ലോ. ആണുങ്ങൾക്ക് വൃത്തിയിൽ ഉണ്ടാക്കൂല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. പെണ്ണുങ്ങൾക്ക് ഇത്തിരി കേകലും മോറലൊക്കെ അധികമാണ്. ഒരു ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന എല്ലാവരും കേട്ടോ കേങ്ങാൻ ചോര തെളിയുന്നത് വരെ കേൾക്കുമല്ലോ. നമ്മളെ പുരയിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടാക്കിയാണെങ്കിൽ ഒരു നമ്മളോട് ഇറച്ചിയോ മീനോ കേൾക്കാൻ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ കേകി കുത്തിരിക്കും. എത്ര സമയം കേൾക്കുമെന്നറിയോ. എന്നാൽ പോലും നമ്മൾ കളിയാക്കലൊടുങ്ങും. ഇത് നിങ്ങൾ കേകി സാധനം ഇല്ലാണ്ടാവും, അതിനെക്കൊണ്ട് നിങ്ങളെ തരില്ല എന്നറിയും. ഞാൻ ചോറൊക്കെ തിന്നാറ മക്കളെ. വലുത കൂന്തളൊക്കെ പൊരിക്കുന്ന കൂന്തളും ഉണ്ട്, വേറെ മീനൊക്കെ പൊരിക്കുന്നുണ്ട്. ഞാൻ രാവിലെ ചായ കുടിച്ചില്ലേ, വെള്ളപ്പവും ഗ്രീൻ പീസും ഒക്കെ ആയി. ഞാൻ ചായ കുടിക്കാണ്ട് വേഗം പണിയൊക്കെ തീർത്ത് പിന്നെ ചൂട് കൊടുക്കാൻ നെയ്ച്ചോറും ചിക്കനൊക്കെ തിന്ന്. വലിയ പിന്നാണ് വരുന്നത് തിന്നാനൊക്കെ. നമുക്ക് മീനൊക്കെ വലിയ തന്നെ വൃത്തിയാക്കി പൊരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മോൻ പൊരിച്ചതാട്ടോ അത്. ഇവരിങ്ങനെ ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണെങ്കിൽ വലിയൊരു പ്ലേറ്റ് ചോറ് വിളമ്പിയിട്ട് നാലാളോട് ഇരുന്നിട്ടാട്ടോ കഴിക്കുക. മക്കളും ഉപ്പയും ഉമ്മയോടി അതൊരു സുഖമാണല്ലോ അല്ലേ. ഒരു പ്ലേറ്റ് കഴിയാലും മതി. അങ്ങനെ നമ്മളെ കെട്ടിയവനും വന്നിട്ട് മക്കളെ ഓൽക്കും ചോറോ കൊടുക്കണോ, എന്നപ്പോൾ ഒരു പിടി അമ്മക്കും തിന്നണോ. ഒരു ഫ്രഷ് മീനൊക്കെ പൊരിച്ചതല്ലേ, എന്നപ്പോൾ അയറ്റാതെ നമ്മൾ നുള്ളി തിന്നില്ലേ, മോശമല്ലേ. എന്തായാലും ഒരു പിടി ചോറോടൊപ്പം കൊത്തിന് തിന്നണോ. മക്കൾ കൊണ്ടുവന്ന ഓറഞ്ച് ഉണ്ട്, അത് ഫ്രിഡ്ജ് കൊണ്ടുപോയി വെക്കുകയാണ്. അതോണോ പെപ്സി കൊണ്ടുവന്ന് വെക്കുന്നത്. റിഫുമോനെ ഇത് ഭാഗം കൊണ്ടത് ഉരുണ്ട് കളിക്കുന്ന. ഇനി അവ തുറന്നിങ്ങനെ ഒരു ഗ്ലാസ് ഓനെ കിട്ടിയെങ്കിലും ഒരു സമാധാനം ഉണ്ടാകും. മറ്റേ ചങ്ങായി അത് കണ്ടിങ്ങനെ അപ്പുറത്ത് ഓനും വരുന്നുണ്ട് കേട്ടോ. സെവനപ്പും പെപ്സിയും ഒക്കെ ഉണ്ടാവില്ല ഇത്രയും കുടിക്കും. പക്ഷേ മക്കൾ അങ്ങനെ കൊടുക്കുന്നത് നല്ലതൊന്നല്ലായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ കൊണ്ടുവരുന്നേ ഉള്ളൂ, ഒന്നും കൊണ്ടുവരില്ല. ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇതൊക്കെ കുടിച്ചിട്ടാണെങ്കിൽ റാഹത്താണെന്നറിയും. ഇന്നും ഇന്നലെയൊക്കെ ഇങ്ങോട്ട് മഴ ഞാറിയിക്കുന്നു കേട്ടോ. ഒന്ന് നല്ലോണം ഞാറിയിക്കുന്നത് വെച്ചാൽ നല്ല നനവുണ്ട് മുറ്റത്തൊക്കെ. അയലുമലത്തെ ഒന്നും എടുത്തില്ലതിനൊക്കെ നനയുകയും ചെയ്തിരിക്കുന്നത്. ചൂട് കൂടാനുള്ള മഴയാന്ന് തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ ചൂട് കൂടിക്ക് നല്ല ചൂടൊക്കെ തുടങ്ങി മക്കളെ. എങ്ങനെയാ സഹിക്കാന്ന് ഓർമ്മയില്ല. ഞങ്ങളും മീനൊക്കെ കൂട്ടിയിട്ട് ചോറ് തിന്നട്ടെ. നമ്മളെ വീഡിയോ ആയിട്ട് ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തണേ. പിന്നെ നമ്മളെ വീഡിയോക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്തോളണ്ടി. എന്തെങ്കിലും പോരായ്മകളോ അധികമായിട്ടോ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ പരിഹരിച്ച് കൊണ്ടുവരണമല്ലോ. ഏതായാലും എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അള്ളാ. എല്ലാവരും പ്രത്യേകം ദുആയിൽ ഉൾപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.